നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻഗാമികയും സംഘവും ഇടുക്കി ഭൂമിയ കൊളുത്ത യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. കുത്തുങ്കലിന് സമീപം വട്ടക്കണ്ണിപ്പാറയിൽ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ട 10ഓളം പേർക്ക് പരിക്ക്. രാജ്യമെങ്ങും അഗ്നിരക്ഷാ വാരാചരണം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി അഗ്നിരക്ഷാ നിലയത്തിൽ വിപുലമായ പരിപാടികൾക്ക് തുടക്കമായി. അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികളൊക്കെ വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. മുൻകാമുകിയും സംഘവും ഇടുക്കി ഭൂമിയ കൊളുത്ത യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. ആലപ്പുഴ സ്വദേശിയായ യുവതിയുടെ നേതൃത്വത്തിലാണ് ഭൂമിയാംകുളം സ്വദേശിയായ 21കാരനെ കുത്തിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ചെറുതോണിയിൽ പ്രണയവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കം രൂക്ഷമായി മാറി യുവാവിനു കുത്തേറ്റു. ഭൂമിയാംകുളം സ്വദേശിയായ 21കാരനാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. പുലർച്ചെ 5:30യോടെയാണ് സംഭവം. ആലപ്പുഴയിൽ നിന്നെത്തിയ 6-അംഗ സംഘം യുവാവിനെ ആക്രമിക്കുകയും കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് യുവാവിന്റെ ബൈക്കുമായി അക്രമികൾ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റ യുവാവിനെ ഉടൻ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഇടുക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം പ്രണയബന്ധത്തിലുണ്ടായ പിളർപ്പാണെന്നാണ് ലഭിക്കുന്ന വിവരം. എറണാകുളത്ത് ഹോം ഡെലിവറി ജോലിയിലുണ്ടായിരുന്ന യുവാവ് ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുകയും ആ പെൺകുട്ടി ഇയാൾക്കൊരു ബൈക്ക് സമ്മാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇരുവരും തമ്മിലുള്ള ബന്ധം അവസാനിച്ചതോടെ ബൈക്കിന് നൽകിയതായി പറയുന്ന 60,000 രൂപ തിരികെ ആവശ്യപ്പെട്ടതായി പറയുന്നു. ഇത് നൽകാത്തതിനെ തുടർന്ന് പെൺകുട്ടി സുഹൃത്തുക്കളുമായി ചേർന്ന് യുവാവിനെ ആക്രമിച്ചെന്നാണ് വിവരം. ആലപ്പുഴ സ്വദേശിനിയായ പെൺകുട്ടിയും സംഘവും സംഭവത്തിൽ പങ്കുണ്ടെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. സിറ്റി വിഷൻ ഇടുക്കി. കുത്തുങ്കലിന് സമീപം വട്ടക്കണ്ണിപ്പാറയിൽ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ട് 10ഓളം പേർക്ക് പരിക്ക്. തിങ്കളാഴ്ച രാത്രി 10-നാണ് 22 പേരടങ്ങുന്ന സംഘം സഞ്ചരിച്ച ബസ് വട്ടക്കണ്ണിപ്പാറയിലെ വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറിയത്. ഇവിടെയുണ്ടായിരുന്ന ഒരു മരത്തിൽ ബസ്സിടിച്ചു നിന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബസ്സിലുണ്ടായിരുന്നവരെ രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. കൂടുതൽ പരിക്കേറ്റ ഡ്രൈവർ ആനന്ദ്, യാത്രക്കാരായ ആമിന ബീവി, പർവിൻ ബാനു എന്നിവരെ വിദഗ്ധ ചികിത്സയ്ക്കായി തമിഴ്നാട്ടിലെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ബസ്സിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നപ്പോൾ അതിന്റെ ചീളുകൾ പതിച്ചാണ് മുൻഭാഗത്തിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റത്. കൊടും വളവുകളും കുത്തിറക്കവും നിറഞ്ഞ മയിലാടുംപാറ കുത്തുങ്കൽ റോഡിൽ വട്ടക്കണ്ണിപ്പാറയ്ക്കും കുത്തുങ്കലിനുമിടയിൽ നിരവധി വാഹനാപകടങ്ങളാണ് ഇതുവരെയുണ്ടായത്. സിറ്റി വിഷൻ രാജാക്കാട്. രാജ്യമെങ്ങും അഗ്നിരക്ഷാ വാരാചരണം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി അഗ്നിരക്ഷാ നിലയത്തിൽ വിപുലമായ പരിപാടികൾക്ക് തുടക്കമായി. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറുതോണി, വാഴത്തോപ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സേനയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റോഡ് ഷോ സംഘടിപ്പിച്ചു. 1944 ഏപ്രിൽ 14-ന് മുംബൈ വിക്ടോറിയ ഡോക്കിലുണ്ടായ വൻ തീപിടുത്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ വെടിഞ്ഞ 71 അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ ധീരസ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ഏപ്രിൽ 14 മുതൽ 20 വരെ ഫയർ സർവീസ് വാരാചരണമായി ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇടുക്കി ഫയർ സ്റ്റേഷനിൽ നിന്ന് ചെറുതോണി, വാഴത്തോപ്പ്, ഇടുക്കി എന്നിവിടങ്ങളിലൂടെ റോഡ് ഷോ സംഘടിപ്പിച്ചത്. സേനയുടെ സേവനങ്ങളും കടമകളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ലഘുലേഖകളും ഉദ്യോഗസ്ഥർ വിതരണം ചെയ്തു. അപകടങ്ങളെക്കുറിച്ചും അവ ഒഴിവാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് വാരാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഏപ്രിൽ 14 അഗ്നിരക്ഷാ സുരക്ഷാ ദിനമായി ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇടുക്കി ഫയർ സ്റ്റേഷനിലെ വാഹനങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനായി ഞങ്ങൾ റോഡ് ഷോ നടത്തുകയും ജനങ്ങൾക്ക് സുരക്ഷാ ലേഖകൾ വിതരണം ചെയ്യുകയും
അനൗൺസ്മെന്റ് നടത്തുകയും അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളിൽ സേവനയ്ക്ക് എന്തൊക്കെയാണ് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റുന്ന സേവനങ്ങൾ എന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകതയായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇടുക്കി ജില്ലയിലെ വിവിധ ആശുപത്രികൾ, വ്യാപാര സ്ഥാപനങ്ങൾ, മറ്റു പൊതുസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. തീപിടുത്തമുണ്ടായാൽ സ്വീകരിക്കേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ചും ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് കൃത്യമായ പരിശീലനവും സേന നൽകും. അഗ്നിരക്ഷാ സ്റ്റേഷൻ ഓഫീസർ സി അഖിൽ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബി ശ്രീകുമാർ, സീനിയർ ഫയർമാൻ സുജിത് കുമാർ എന്നിവരാണ് വാരാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. സിറ്റി വിഷൻ ഇടുക്കി. അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികളൊക്കെ വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യം. സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മുമ്പ് കൂടിയാലോചനകൾ നടന്നിരുന്നു. അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ വിവിധയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടുയർത്തുന്ന സാഹചര്യത്തിലാണ് സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിട്ടുള്ളത്. അടിമാലി ടൗൺ കേന്ദ്രീകരിച്ച് സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അടിമാലിയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിലാണ്. അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസ്, നാർക്കോട്ടിക് ഓഫീസ്, ESI ഡിസ്പെൻസറി, മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് തുടങ്ങിയവയൊക്കെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അടിമാലിയിലെ ചില സ്ഥാപനങ്ങൾ മാത്രമാണ്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ ആളുകൾക്കത് കൂടുതൽ സൗകര്യപ്രദമാകും. ഈ സാഹചര്യത്തിലാണ് പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികൾക്ക് വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത്. ദേവികുളം താലൂക്കിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ തിങ്ങിപ്പാർക്കുന്നൊരു ഇടമാണ് അടിമാലിയുടെ പ്രത്യേക ഭാഗം. ഈ അടിമാലി ടൗണുമായി ബന്ധപ്പെട്ടിട്ട് ചുറ്റളവിൽ 1-2 കിലോമീറ്റർ ചുറ്റളവിലാണ് അടിമാലിയിലെ സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, വിവിധ സർക്കാർ ഓഫീസുകൾ വർഷങ്ങളായി വാടകയ്ക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ സിവിൽ സ്റ്റേഷൻ എന്നുള്ള ഒരു ഉപാധി മുൻകാലങ്ങളിൽ നിരവധി ജനപ്രതിനിധികളടക്കമുള്ളവർ ആവശ്യപ്പെട്ടെങ്കിലും അടിമാലിയുടെ ഒരു വികസന മുഖമായ ഒരു സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നുള്ളത് മാറി മാറി വന്ന് ഗവൺമെന്റിൽ ഒന്നും നടത്തിയിട്ടുള്ള കാര്യം വസ്തുതയാണ്. ഇത് കണക്കിലെടുത്ത് പുതിയ MLAയും പുതിയ സർക്കാരും അധികാരത്തിൽ ഏൽക്കുമ്പോൾ അടിമാലിയിൽ പുതിയ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം ഏകീകരിച്ചുകൊണ്ട് പുതിയ ഒരു സിവിൽ സ്റ്റേഷൻ തുടങ്ങാനുള്ള നടപടി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുണ്ടാകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനു വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മുമ്പ് കൂടിയാലോചനകൾ നടന്നിരുന്നു. 1/2 ഡസനിലധികം പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ വിവിധ സർക്കാർ സേവനങ്ങൾക്കായി അടിമാലി ടൗണിനെയാണ് ആശ്രയിക്കുന്നത്. അടിമാലി ടൗണിലെത്തിയ ശേഷം ടൗണിന്റെ പല ഭാഗങ്ങളിലായി കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിലെത്തുവാൻ ആളുകൾ പിന്നെയും പണം മുടക്കണം. സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചാൽ വാടക ഇനത്തിൽ നഷ്ടമാകുന്ന ഭീമൻ തുകയും സർക്കാരിന് ഒഴിവാക്കാം. സിറ്റി വിഷൻ അടിമാലി. കോടാലിക്കൈയോട് യാതൊരു വിരോധവുമില്ല. എന്നാൽ കോടാലി കൊടുത്തുവിട്ട നേതാക്കന്മാരോട് അങ്ങനെയല്ല. കോടാലി കൊടുത്തുവിട്ട CPM നേതാക്കളെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്ന DCC പ്രസിഡന്റ് CP മാത്യു രാജകുമാരിയിൽ പറഞ്ഞു. കോടാലി കൈയോട് യാതൊരു വിരോധവുമില്ല. എന്നാൽ കോടാലി കൊടുത്തുവിട്ട നേതാക്കന്മാരോട് അങ്ങനെയല്ല. കോടാലി കൊടുത്തുവിട്ട CPM നേതാക്കളെ പ്രതിചേർത്ത് കേസെടുക്കണമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. തിരഞ്ഞെടുപ്പ് ദിവസം കോൺഗ്രസ് രാജകുമാരി മണ്ഡലം പ്രസിഡന്റ് റോയ് ചാത്തനാട്ടിനെ ആക്രമിച്ച സംഭവത്തിൽ രാജകുമാരിയിൽ ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CP മാത്യു. കോടാലി കൈയോട് യാതൊരു വിരോധവുമില്ല. പക്ഷേ കോടാലി കൊടുത്തുവിട്ടവരോട് ഞങ്ങൾക്കെതിരെ വിരോധം. ഇതിനെ പറഞ്ഞുവിട്ട ആളുകൾ അവരെ കൂടി കേസിൽ ഉൾപ്പെടുത്തുവാനുള്ള അന്വേഷണമായ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. അന്വേഷണത്തിന്റെ പാതയിൽ ഇതിന് വഴിമരുന്നിട്ടാൽ ഇതിന് വേരുവരുത്തിയ അണിയറിൽ പ്രവർത്തിച്ച മാർക്സിസ്റ്റ് നേതാക്കന്മാരെ അവരെ ഉൾപ്പെടുത്തി കേസ് മുൻപോട്ട് പോകാൻ പോലീസിന്റെ നേതാക്കന്മാരോട് SP അടക്കമുള്ള DYSP അടക്കമുള്ള ആളുകളോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുള്ള ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒന്നുമില്ല
ഒന്നുമില്ലാതെ വന്ന CPMന്റെ പ്രാദേശിക നേതാക്കൾ നൂറുകണക്കിന് ഏക്കർ തോട്ടം സ്വന്തമാക്കിയതെങ്ങനെയാണെന്ന് CPMെങ്കിലും വിലയിരുത്തണമെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് MN ഗോപി മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളെ മർദ്ദിക്കുന്ന CPM നേതാക്കളുടെ സ്വത്ത് വിവരം സംബന്ധിച്ച അന്വേഷണം നടത്തുമെന്നും 4-ാം തീയതി മുതൽ UDF അധികാരത്തിലെത്തിയാൽ പോലീസിലുൾപ്പെടെ കനത്ത അഴിച്ചുപണി നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജകുമാരി ടൗണിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് MP ജോസ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് MN ഗോപി, UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണു, DCC വൈസ് പ്രസിഡന്റ് KS അരുൺ, MD അർജുനൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ MJ കുര്യൻ, കൺവീനർ ബെന്നി തുണ്ടത്തിൽ, ജോഷി കന്യാകുഴി, ബെന്നി കുര്യൻ, ബോസ് P മാത്യു, രാജകുമാരി UDF ചെയർമാൻ ജോസ് കണ്ടത്തിൻകര എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ രാജകുമാരി. ഇനി ചെറിയൊരിടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. വിഷുവിന് ഇനി ഒരു ദിവസം മാത്രം. മലയാളികൾക്ക് വിഷുവെന്നാൽ ആദ്യം ഓർമ്മ വരുന്നത് ഓട്ടുരുളിയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർണ്ണവർണ്ണമുള്ള കണിക്കൊന്ന പൂക്കളാണ്. കടുത്ത വേനൽ കാരണം ആഴ്ചകൾക്ക് മുൻപേ തന്നെ മരങ്ങളിൽ കൊന്നപ്പൂക്കൾ നിറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ കാറ്റിലും മഴയിലും അവ വലിയ തോതിൽ കൊഴിഞ്ഞു വീഴുകയാണ്. നാളത്തെ വിഷു എത്തുമ്പോഴേക്കും കണിയൊരുക്കാൻ മരങ്ങളിൽ പൂക്കൾ ബാക്കിയുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ മലയാളികൾ. പാതയോരങ്ങളിലും വീട്ടുപറമ്പുകളിലും നഗരങ്ങളിലും സ്വർണ്ണപ്പൂക്കൾ വാരി വിതറി നിൽക്കുന്ന കണിക്കൊന്നകൾ മലയാളികൾക്ക് എന്നും ഒരു കുളിർമയുള്ള കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാണുന്നതുപോലെ ഇത്തവണയും കൊന്നകൾ നേരത്തെ പൂത്തു. കടുത്ത വേനൽ നേരത്തെ എത്തിയതോടെ ആഴ്ചകൾക്ക് മുൻപേ തന്നെ മരങ്ങളിൽ ഈ സ്വർണ്ണവസന്തം നിറഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാൽ 1 മാസം മുൻപേ തന്നെ കണിക്കൊന്നകൾ പൂത്തതും പിന്നാലെ എത്തിയ വേനൽ മഴയുടെ വരവും കൊന്നപ്പൂക്കൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. ചുട്ടുപൊള്ളുന്ന ചൂടിന് ഈ മഴ വലിയൊരാശ്വാസമാണെങ്കിലും നേരത്തെ വിരിഞ്ഞ കണിക്കൊന്നകൾക്ക് ഇതൊരു വില്ലനായി മാറുകയാണ്. കാറ്റിലും മഴയിലും കൊന്നപ്പൂക്കൾ വലിയ തോതിൽ നിലം പതിക്കുകയാണിപ്പോൾ. വിഷുവിന് ഇനി ഒരു നാൾ മാത്രം ബാക്കി നിൽക്കെ മരങ്ങളിൽ കണിയൊരുക്കാൻ പൂക്കൾ ബാക്കിയുണ്ടാകുമോ എന്നതാണ് ഏവരുടെയും സംശയം. ഇതിനിടയിൽ ഇനിയും മഴ പെയ്താൽ ബാക്കിയുള്ള പൂക്കൾ കൂടി നശിക്കും. അങ്ങനെ വന്നാൽ വിഷുക്കണി ദർശനത്തിന് കൃത്രിമ കൊന്നപ്പൂക്കളെയോ അല്ലെങ്കിൽ വലിയ വില കൊടുത്ത് മാർക്കറ്റിലെത്തുന്ന പൂക്കളെയോ ആശ്രയിക്കേണ്ടി വരും. അതേസമയം മാർക്കറ്റുകളിൽ കൃത്രിമ പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്ന് വ്യാപാരികൾ പറയുന്നു. വിഷുവിന്റെ തിരക്കുകൾ തുടങ്ങി. മഴ പെയ്ത് കാരണം നമ്മൾ വിഷുക്കണി പൂക്കൾ കിട്ടുന്നില്ല. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ വിഷുക്കണി പൂവാണ് കൂടുതൽ പോകുന്നത്. ഒരാഴ്ച പോലെ തന്നെ സെയിൽ തുടങ്ങി. മയിൽപ്പീലി പോകുന്നുണ്ട്, വാൽക്കറി പോകുന്നുണ്ട്, പുടവ പോകുന്നുണ്ട്. എല്ലാ ഐറ്റംസും വിഷുവിന്റെ ഐറ്റംസ് എല്ലാം നന്നായിട്ട് പോവുകയുണ്ട്. ഒരാഴ്ചയായി ആൾക്കാരെല്ലാം മേടിച്ചു തുടങ്ങി.
പ്ലാസ്റ്റിക് പൂവായിട്ട് ലാസ്റ്റ് കിട്ടുമെന്ന് ഓർത്തു. ക്ലോത്ത് ടൈപ്പാണ്, പ്ലാസ്റ്റിക് ക്ലോത്ത് ടൈപ്പാണ് വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഓരോ വർഷവും കണിക്കൊന്നകളുടെ താളം തെറ്റിക്കുന്നുണ്ട്. എങ്കിലും പ്രകൃതി കനിഞ്ഞു നൽകുന്ന കൊന്നപ്പൂക്കൾ കൊണ്ടുതന്നെ ഇത്തവണയും സമ്പൽ സമൃദ്ധമായൊരു വിഷുക്കണി കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ മലയാളിയും. സിറ്റി വിഷൻ, ഇടുക്കി. മലയാളി വിഷുവാഘോഷത്തിനൊരുങ്ങിയതോടെ വിഷുവിപണിയും സജീവമായി. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ചുള്ള വിൽപ്പന വിഷുവിപണിയിൽ ഇല്ലെന്ന വ്യാപാരികൾ പറയുന്നു. പകൽച്ചൂടും പല സാധനങ്ങൾക്കുമുള്ള വിലവർധനവടക്കം ഇത്തവണത്തെ വിഷുവിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എങ്കിലും ആകും വിധം വിഷു കളറാക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. നാടും നഗരവും വിഷു ആഘോഷത്തിലേക്ക് കടന്നതോടെ വിഷുവിപണിയും സജീവമായി. ജില്ലയിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വിഷുവിപണി ഉണർന്നിട്ടുണ്ട്. വിഷുദിനത്തിൽ കണിയൊരുക്കുന്നതിനും സദ്യവട്ടത്തിനായുമൊക്കെയുള്ള സാധനസാമഗ്രികളും പച്ചക്കറികളുമൊക്കെ വാങ്ങുന്നതിനുള്ള തിരക്കിലാണ് മലയാളികൾ. എല്ലാ പ്രാവശ്യത്തെക്കാളും വിഷു ഈ കടുത്ത വെയിലായതുകൊണ്ട് ഭയങ്കര കച്ചവടത്തിൽ വളരെ കുറവാണ്. ആളുകൾക്കും മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കച്ചവടത്തെ ഭയങ്കര ബാധിക്കുവാണ്. ഞങ്ങൾ ഒരു കച്ചവടങ്ങളും മുന്നോട്ട് പോകുന്നില്ല. ഭയങ്കര കുറവിലാണ് കച്ചവടം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഭയങ്കര വെയിലാണ്. ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളുടെയും കൊന്നപ്പൂവിന്റെയുമൊക്കെ വഴിയോര വിൽപ്പന വിഷു തലേന്ന് സജീവമായി. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ടുള്ള വിൽപ്പന വിഷുവിപണിയിലില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഉയർന്ന പകൽ ചൂടും പല സാധനങ്ങൾക്കുമുള്ള വില വർധനവടക്കം ഇത്തവണത്തെ വിഷുവിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. യുദ്ധസാഹചര്യം മൂലം രൂപം കൊണ്ട പാചകവാതകക്ഷാമവും വിഷുവിപണിയിലെ മാന്ദ്യത്തിന് കാരണമായിട്ടുണ്ട്. എങ്കിലും ആകും വിധം വിഷു കളറാക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. സിറ്റി വിഷൻ, അടിമാലി. മധ്യപ്രദേശ് സ്വദേശി ദിലു നായക്, ചക്കവള്ളം സ്വദേശി ജയൻ ജോസ്, മൂന്നാർ പെരിയവര സ്വദേശി ജോസ് റോബർട്ട് എന്നിവർ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ കാര്യക്ഷമമായ അന്വേഷണത്തിനൊടുവിലാണ് ഫോണുകൾ കണ്ടെത്താനായത്. വണ്ടൻമേട പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് എസ്, മൂന്നാർ പോലീസ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ, കുമളി പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് കുമാർ കെ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ കാര്യക്ഷമമായ അന്വേഷണത്തിനൊടുവിലാണ് ഫോണുകൾ കണ്ടെത്തിയത്. കട്ടപ്പന ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഷാജൻ വി ടി, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുധീഷ്, സിവിൽ പോലീസ് ഓഫീസർ മാരിയപ്പൻ എം എന്നിവർ ഫോണുകൾ സ്റ്റേഷനിൽ വെച്ച ഉടമസ്ഥർക്ക് കൈമാറി. ഇടുക്കി പാറത്തോട്ടിൽ ഓൾ ഇന്ത്യൻ ചൈനീസ് സ്കൂൾ ഇന്റർനാഷണൽ ഷാവോലിൻ മാർഷൽ ആർട്സ് അക്കാദമിയുടെ ബ്ലാക്ക് ബെൽറ്റ് വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ബ്ലാക്ക്ബെറി അവാർഡ് വിതരണ പരിപാടി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർമാരായ ബിജു വള്ളോമ്പുരിയിടം, ഷൈജു ഇരുമല, പാറത്തോട് സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുര, പാറത്തോട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു ഈട്ടിക്കൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഗ്രാൻഡ് മാസ്റ്റർ കെ വി ജോൺസന്റെ കീഴിലായിരുന്നു പരിശീലനം. ഒരാഴ്ചത്തെ പരിശീലനത്തിന് ശേഷമാണ് അർഹരായ വിദ്യാർത്ഥികൾക്ക് ബ്ലാക്ക് ബെൽറ്റ് സമ്മാനിച്ചത്. ചീഫ് മാസ്റ്റർ ബിജു എൻ വി പരിപാടികൾക്ക് നേതൃത്വം നൽകി. 2 തലമുറയിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,110 രൂപ, പവന് 1,12,880 രൂപ, വെള്ളി ഗ്രാമിന് 265 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ കാമുകിയും സംഘവും ഇടുക്കി ഭൂമിയ കൊളുത്ത യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. കുത്തുങ്കലിന് സമീപം മട്ടക്കണ്ടിപ്പാറയിൽ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ട 10ഓളം പേർക്ക് പരിക്ക്.
രാജ്യമെങ്ങും അഗ്നിരക്ഷാ വാരാചരണം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി അഗ്നിരക്ഷാ നിലയത്തിൽ വിപുലമായ പരിപാടികൾക്ക് തുടക്കമായി. അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികളൊക്കെ വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.